കളിൽ അർദ്ധ സെഞ്ചുറി, 3 കളികളിൽ ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. അങ്ങനെ ഒരു സമീപകാലത്തൊന്നും ആർക്കും സാധ്യമാകാത്ത അസാധ്യ പ്രകടനത്തിലൂടെ സഞ്ജു സാംസൺ ഇന്ത്യയെ കിരീടത്തിലേക്ക് നയിച്ചിരിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വരെ ഡഗൌട്ടിലായിരുന്നു സഞ്ജുവിൻ്റെ സ്ഥാനം. പക്ഷേ കിട്ടിയ അവസരം സഞ്ജു ആ 3 മത്സരങ്ങളിലേക്കായി നീക്കിവെക്കുകയും തുടർച്ചയായ 3 മത്സരങ്ങളിൽ അസാധാരണമായ മികവോടുകൂടി തൻ്റെ യഥാർത്ഥ പ്രതിഭ എന്ന് തെളിയിച്ച് സഞ്ജു ഇന്ത്യയെ ചാമ്പ്യന്മാരാക്കിയിരിക്കുന്നു. 2020 ലോകകപ്പിൽ കിരീടം നടത്തുന്ന ആദ്യ ടീം, സ്വന്തം നാട്ടിൽ കിരീടം നേടുന്ന ടീം, അങ്ങനെ നിരവധി റെക്കോർഡുകൾ ടീം ഇന്ത്യ ഇന്ന് സ്വന്തമാക്കുന്നു. അതോടൊപ്പം തന്നെ സഞ്ജു സാംസൺ വ്യക്തിപരമായും നിരവധി റെക്കോർഡുകൾ തകർക്കുന്നു. ഇന്ത്യക്ക്, മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന നിമിഷം. ഇന്ത്യ ICC ലോകകപ്പ് നേടിയപ്പോഴൊക്കെ ഒരു മലയാളി ടീമിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണത്തെ ആ വിജയത്തിന് മധുരം കൂടുതലാണ്. ആ മധുരത്തിന് കാരണം സഞ്ജു സാംസണാണ്. സഞ്ജു സാംസന്റെ മികവിലാണ് ഇന്ത്യ സെമി ഫൈനലിലേക്ക് മുന്നേറുന്നത്. സെമി ഫൈനലിൽ ഇന്ത്യയുടെ ജയം ഉറപ്പിക്കുന്നത് സഞ്ജു സാംസന്റെ ഇന്നിങ്സാണ്. വെറും 7 റണ്ണിനായിരുന്നു ഇന്ത്യയുടെ ജയം എന്ന് നമ്മൾ ഓർക്കണം. അന്ന് സഞ്ജു സാംസന്റെ 89 റൺസാണ് ഇന്ത്യയെ ഫൈനലിലേക്ക് നയിച്ചത്. ഫൈനലിലേക്ക് എത്തിയപ്പോഴും മുംബൈയിൽ നിർത്തിയെടുത്തു തന്നെ സഞ്ജു തുടങ്ങുന്നു. 89 റൺസുമായി സഞ്ജു ഒരിക്കൽ കൂടി ഇന്ത്യയുടെ ടോപ്പ് സ്കോററായി. ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കുന്നു. ഏറ്റവും കൂടുതൽ സിക്സർ പറത്തുന്ന താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കുന്നു. ഒടുവിൽ ഇപ്പോൾ ഇതാ സഞ്ജു സാംസൺ 2ാം ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയിരിക്കുന്നു. കഴിഞ്ഞ ലോകകപ്പിൽ സഞ്ജുവിന് ഒറ്റ കളിയിൽ പോലും അവസരം കിട്ടിയില്ല. പക്ഷേ ഇത്തവണ സഞ്ജു ഈ ലോകകപ്പിന്റെ താരമായിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ പ്രതീക്ഷിക്കുന്നതനുസരിച്ചാണെങ്കിൽ സഞ്ജു സാംസൺ ഈ ലോകകപ്പിലെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ICC പുറത്തിറക്കിയ 8 താരങ്ങളുടെ ചുരുക്കപ്പട്ടികയിൽ സഞ്ജു സാംസൺ ഉണ്ടായിരുന്നു. ഏറെക്കുറെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് സനിലിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ക്വാർട്ടറിൽ, സെമിയിൽ, ഫൈനലിൽ, അതായത് എവിടെയൊക്കെ ഇന്ത്യക്ക് ആവശ്യമായിരുന്നോ അവിടെയൊക്കെ സഞ്ജുവിന്റെ പെർഫോമൻസ് ഉണ്ടായിട്ടുണ്ട്, കിടിലം പെർഫോമൻസ് ഉണ്ടായിട്ടുണ്ട്. ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യ ഒരു ഓൾറൗണ്ട് മികവ് പുറത്തെടുത്തു. അത് ഫൈനലിൽ എടുത്തു എന്നുള്ളത്, അതായത് കൃത്യമായ ഒരു ഗെയിം തന്നെ, അത് ഏറ്റവും പ്രധാനപ്പെട്ട അവസരത്തിൽ തന്നെ എല്ലാ മേഖലയിലും ഇന്ത്യക്ക് മികവ് കാട്ടാൻ കഴിഞ്ഞു ഇന്നത്തെ ദിവസം. ഈ ലോകകപ്പ് തുടങ്ങുമ്പോൾ തുടക്കത്തിലെ അമേരിക്കക്കെതിരായ മത്സരത്തിൽ ഇന്ത്യ വിറച്ചാണ് ജയിച്ചത്. താരതമ്യേന ഏറ്റവും ദുർബലരായ ടീമുകളിലൊന്നായിരുന്നു അമേരിക്ക. അവർക്കെതിരെ പ്രതീക്ഷിച്ച ഒരു പ്രകടനം നടത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നില്ല. തുടർന്നുള്ള മത്സരങ്ങളിലെല്ലാം തന്നെ ജയിച്ചുവെങ്കിൽ പോലും ആധികാരികമായ ഒരു പ്രകടനം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ തോൽവി ഇന്ത്യയെ ഞെട്ടിച്ചു. അതിനുശേഷം ലോകകപ്പിൻ്റെ സെമിഫൈനലിലേക്ക് എത്തുക എന്നത് വലിയ ഒരു കടമ്പയായിരുന്നു. ആ മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരായ നിർണായകമായ മത്സരത്തിൽ ഇന്ത്യയെ ചുമലിലെത്തിയത് സഞ്ജു സാംസൺ ആയിരുന്നു. സഞ്ജുവിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച ഇന്നിങ്സ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. ഈഡൻ ഗാർഡൻസിൽ നിർത്തിയെടുത്തുനിന്നായിരുന്നു സഞ്ജു വാങ്കഡയിൽ ബാറ്റിംഗ് പുറത്തെടുത്തത്. സഞ്ജുവിൻ്റെ മറ്റൊരു മനോഹരമായ ഇന്നിങ്സിലൂടെ നമ്മൾ ഫൈനലിലേക്ക് മുന്നേറുന്നു. ഫൈനലിലും നമ്മൾ ആ പ്രകടനം സഞ്ജുവിൽ നിന്ന് കണ്ടു. അങ്ങനെ ഒരു ലോകവേദിയിൽ ഒരു ഇന്ത്യൻ താരത്തിൻ്റെ ഏറ്റവും മികച്ച പ്രകടനം, ഒരു മലയാളി താരത്തിൻ്റെ ഏറ്റവും മികച്ച പ്രകടനമായി നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ശ്രീജേഷിൻ്റെ ഒളിമ്പിക് 2 വെങ്കല മെഡൽ നമുക്ക് ശ്രീജേഷ് സമ്മാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ സഞ്ജുവിൻ്റെ ഈ ലോക കിരീടത്തിന് തിളക്കം ഏറെയാണ്. ഇന്ത്യ ഒളിമ്പിക് ഹോക്കിയിൽ വെങ്കല മെഡൽ നേടുമ്പോൾ ആ 2 തവണയും ശ്രീജേഷിൻ്റെ മികവ്, വ്യക്തിഗത മികവ് ഏറെ പ്രധാനമായിരുന്നു. അതുപോലെ ഈ ലോകകപ്പിൽ സഞ്ജു ഇന്ത്യയെ ചാമ്പ്യന്മാരാക്കുമ്പോൾ സഞ്ജുവിൻ്റെ പ്രകടനം, സഞ്ജു മലയാളികളുടെ മാത്രമല്ല ഇന്ത്യയുടെ മുഴുവൻ അഭിമാനമാകുന്ന തരത്തിലേക്ക് വളർന്നു. ഒരു മഹാനായ കളിക്കാരൻ എന്ന നിലയിലേക്ക് മാറുകയാണ്. കാരണം സഞ്ജു ഇതിനു മുൻപ് അന്താരാഷ്ട്ര T20യിൽ 3 സെഞ്ചുറി നേടിയിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഇനിയും ബൈലാറ്ററൽ സീരീസിലൊക്കെ എത്ര സെഞ്ചുറി നേടിയാൽ പോലും സഞ്ജുവിൻ്റെ ഈ 3 അർദ്ധ സെഞ്ചുറികൾ, 80 റൺസ് പിന്നിട്ട 97, 2, 89 ഈ റൺസിന് തിളക്കം, അത് ഒരു ലോകവേദിയിലാണ്. ലോകകപ്പിൽ ഇന്ത്യ ഏറ്റവും അനിവാര്യമായി ഇന്ത്യ